ഏവർക്കും നമസ്കാരം. ഇനി വരാൻ പോകുന്ന കേരള PSCയുടെ എക്സാമുകൾക്ക് വളരെ ഉപകാരപ്രദമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി തെർമോമീറ്റർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരമേത്? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. നാലാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ്? ഓപ്ഷൻ ബി ഗാന്ധിജി. അടുത്ത ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമേത്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഓപ്ഷൻ സി ഒട്ടകം. മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം? മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി പണ്ഡിത രമാഭായി. ഓപ്ഷൻ ബി പണ്ഡിത രമാഭായി ആണ് റൈറ്റ് ആൻസർ. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് ഓപ്ഷൻ ബി നൈൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത ആരാണ്? ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ലിട്ടൻ പ്രഭു. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. താഴെ നൽകിയിരിക്കുന്നവയിൽ പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? പരോക്ഷ നികുതി അല്ലാത്തത് ഏത് എന്നതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി. ഓപ്ഷൻ സി ആണ്
റൈറ്റ് ആൻസർ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഝാർഖണ്ഡ്. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് ഓപ്ഷൻ എ കുമരകം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുങ്ങരം പള്ളം പുഴ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹൃദയം. അടുത്ത ചോദ്യം, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ഡി നിശാന്തതയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? വയോമധുരം പദ്ധതിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പപ്പായയുടെ ജന്മദേശം ഏത്? പപ്പായയുടെ ജന്മദേശം ഏതാണ്? ഓപ്ഷൻ എ അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? നെൽച്ചെടിയിലെ പരാഗണകാരിയാണ് ഓപ്ഷൻ സി കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തമുണ്ടായത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2017 നവംബർ 29 ഓഖി ദുരന്തം ഉണ്ടായത്. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമാണ് ഓപ്ഷൻ എ പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ സി സിങ്ക്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1950 ജനുവരി 24. ഓപ്ഷൻ എ 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ സി. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനമാണ് ഓപ്ഷൻ ബി ന്യൂഡൽഹി. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജത്തിന്റെ സ്ഥാപകനാണ് ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ.
കുറിച്ചി കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? കുറിച്ചി കലാപത്തിന്റെ നേതാവ് ഓപ്ഷൻ സി രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷ ദൈവസഭ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ഡോക്ടർ കെ ബി മേനോൻ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതിയാണ് ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കുണ്ടറ വിളംബരം നടത്തിയ വർഷമേത്? കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് ഓപ്ഷൻ ബി 1809. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലമാണ് ഓപ്ഷൻ ഡി ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ഓപ്ഷൻ ഡി നാനാ സാഹിബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഓപ്ഷൻ ഡി ആണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര്? ഓപ്ഷൻ ഡി വി പി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമേത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1931. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ
കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13-നാണ്. ഓപ്ഷൻ എ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? ഓപ്ഷൻ ബി, കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം എവിടെയാണ്? ഓപ്ഷൻ സി, മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി, കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഓപ്ഷൻ സി, പാലക്കാട് ചുരം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി, എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏത്? താഴെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിലെ ശുദ്ധജല തടാകമാണ് ഓപ്ഷൻ എ, ശാസ്താംകോട്ട തടാകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? ഓപ്ഷൻ ബി, പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഓപ്ഷൻ ഡി, കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ, കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ഓപ്ഷൻ സി, പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി, താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ഡി, തെങ്ങ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും? ഓപ്ഷൻ ബി, ഹരിത സസ്യങ്ങളായിരിക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, കാസർഗോഡ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ് ഓപ്ഷൻ സി, വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, അന്നപൂർണ. അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ഓപ്ഷൻ സി, ജോൺ ഡാൾട്ടൺ. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഓപ്ഷൻ എ, ഹെമറ്റൈറ്റ്. ആൽക്കലി ലോഹമല്ലാത്തത് ഏതാണ്? ആൽക്കലി ലോഹമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, അലൂമിനിയമാണ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഓപ്ഷൻ ഡി, കാർബൺ മോണോക്സൈഡ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ടെലൂറിയം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? താഴെ നൽകിയിരിക്കുന്നവയിൽ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓപ്ഷൻ എ, ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണമാണ് ഓപ്ഷൻ സി, സംവഹനം.
ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? ഓപ്ഷൻ ബി അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ.